ഹേ ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അല്ല മിക്കവാറും ആർക്കും തന്നെ അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. അറിയാത്തവർക്കായിട്ട് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഇസ് ഡെല്ലിൻ വിജയ്. ഞാൻ എറണാകുളത്താണ് റിസൈഡ് ചെയ്യുന്നത്. എറണാകുളത്ത് കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് റിസൈഡ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു പകുതി ആൾക്കാർ ഈ വീഡിയോ കാണാൻ വരുന്നത് ക്രിസ്മസ് വ്ലോഗിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്, എന്നെക്കുറിച്ച് അറിയാനല്ല. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്മസിന് വേണ്ടി മാത്രമായിട്ട് ഷോപ്പ് ചെയ്യാൻ പോകുന്നത്, അതും ഒരു ബഡ്ജറ്റ് വെച്ചിട്ട്. ഓൾറെഡി നമുക്കിവിടെ ക്രിസ്മസിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. അതല്ലാണ്ട് എനിക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട് എന്തൊക്കെ വേണം. അതിൻ്റെ ലിസ്റ്റാണ് കേട്ടോ. ഇതിലെന്തൊക്കെ വാങ്ങിക്കാൻ പറ്റും, 3000 രൂപയിൽ ഒതുങ്ങും ഇതൊക്കെ ഒന്നും എനിക്കറിയില്ല. അധികം ലേറ്റ് ആക്കാണ്ട് നമുക്ക് നമ്മുടെ വ്ളോഗ് തുടങ്ങാം. സോ വെൽക്കം യു ഓൾ അഗെയിൻ ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, നമ്മളൊരു 4 മണിക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 5-5:30 ആയപ്പോഴേക്കും ബ്രോഡ്വേ എത്തിയായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം ഇവിടുത്തെ ഫാബൻ ഹോം എന്ന് പറയുന്ന കടയിൽ കുഷിൻ കവർ തപ്പാനാണ് പോകുന്നത്. നമ്മൾ വന്ന് പാർക്ക് ചെയ്ത സ്ഥലം കറക്റ്റ് സ്ഥലമായിരുന്നു. പാർക്കിംഗ് സ്ഥലങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷെ നമ്മൾ അൾട്ടിമേറ്റ്ലി റീച്ച് കറക്റ്റ് പ്ലേസിൽ. നമ്മളിങ്ങനെ നടന്ന് ഏകദേശം മമ്മി ആൻഡ് സിസ്റ്റർ കൈ കാണിക്കുക, ഹായ് കാണിക്കുക. ഓ, അങ്ങനെ കുഷൻ കവേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കടയിൽ കയറി കേട്ടോ. ഞാൻ കുഷൻ കവേഴ്സിന് വേണ്ടിയിട്ട് 2 കടയാണ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ കട ഫാബൻ ഹോം, 2 മൈ ഹോം എന്ന് പറഞ്ഞ കടയാണ്. രണ്ടിടത്തും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ കുഷൻ കവേഴ്സ് വരുന്നുണ്ട്. 145 to 400-500 റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ലിസ്റ്റിൽ പെടാത്തൊരു സാധനമായിരുന്നു ബെഡ്ഷീറ്റ്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അത് വാങ്ങിച്ചു. നമ്മൾ ആദ്യത്തെ കടയിൽ കയറി 1675 രൂപ പോയിട്ടുണ്ട്. ലൈക്ക് അവിടെ പോയിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ളത് 1255 രൂപയാണ്. ഈ ബഡ്ജറ്റ് ഇനി കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്കറിയില്ല. മിക്കവാറും നമ്മള് ബഡ്ജറ്റ് ഒന്നും ഒരു പൊടിക്ക് മേലേക്ക് ആക്കേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. പകുതി കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. നല്ല ഒച്ചപ്പാടും ബഹളവും ചുറ്റുപുറമുണ്ട്. ഞാൻ ഭയങ്കര ടെൻഷനോട് കൂടി തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, കാരണം ആദ്യമായിട്ടാണ് ഇനി പരിപാടി ചെയ്യുന്നത്. എല്ലാവർക്കും വിശന്ന് തുടങ്ങിയോണ്ട് നമ്മളൊരു ചായ കുടിച്ചിട്ടാവാം ബാക്കിയെന്ന് വെച്ചു. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. നമ്മളിനി നേത്തർ ബസാറിലേക്കാണ് പോകുന്നത്, കാരണം അവിടെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അവിടെ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തല്ല, കുറച്ചുകൂടി വൈകിച്ചാൽ ഭയങ്കര തിരക്ക്. എനിക്ക് ഇപ്പോഴും തിരക്കിന് കുറവൊന്നുമില്ല. എനിക്ക് അങ്ങോട്ടാണോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ നമ്മുടെ ഡിസംബർ ലാസ്റ്റ് വീക്കാണ് കുറച്ചുകൂടി നല്ല തിരക്കായിരിക്കും. ഒരു മുട്ടിന് നമുക്ക് പോവാൻ പോലും അത്ര പാടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആഴ്ച ഞാൻ വന്നത്. കാരണം ഈ ആഴ്ച കഴിഞ്ഞ അടുത്ത ആഴ്ച കൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ഡയറലി ആയിരിക്കും അവിടുത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റാന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാവണത്. അപ്പോൾ വി ആർ ഓൺ അവർ വേ ടു നേത്തർ ബസാർ. അവിടെ ഇപ്പോഴും തിരക്കാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഷോപ്പിംഗ്. സാധാരണ ചേട്ടന്മാരുടെ കൂടെ ഇവിടെ കാണാൻ പോലെ ഉണ്ടാവാറ്. ലൈറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടി ഞാനിത് വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം ഈ അങ്ങോട്ട് പോകുമ്പോൾ ഇരുട്ടാണ്. തിരക്കുണ്ടോന്ന് വെച്ചാൽ തിരക്കുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തിരക്കുണ്ടോ നമുക്ക് അറിയില്ല. കാരണം മിക്കവാറും എല്ലാവരും ക്രിസ്മസ് ഷോപ്പിംഗ് ഈ സമയത്തായിരിക്കും വരണത്. ഞാൻ എത്ര തവണ പറഞ്ഞ കാര്യം തന്നെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇത് ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് അതിന് നല്ല നെർവസ്നെസ് ഉണ്ട്. കാരണം ഈ വീഡിയോ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്വാസം വിടുവാണ്. നമ്മൾ കുറച്ച് നേരമായി നടക്കണു. ഇനി ഒരു 1 മീറ്ററും കൂടി ഉണ്ട് നേത്തർ ബസാറിലേക്ക്. എനിക്കൊന്നും അവിടെ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ഇവിടെ കാണുമ്പോൾ തന്നെ നല്ല തിരക്ക് കാണുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഒരു ബോർഡ് ഉണ്ട്, പക്ഷെ അത് അപ്പുറത്താണെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ബോർഡില്ലാത്ത വഴി കൂടെ പോയി നോക്കാം. നമ്മൾ ആദ്യം തന്നെ 2 സെറ്റ് ഓഫ് ബോൾസ് മേടിക്കാമെന്ന് വെച്ചു കേട്ടോ. പച്ച വേണ്ട, ഗോൾഡ് അത് വേണോ? അങ്ങനെ നമ്മൾ അവിടെ നിന്ന് 2 സെറ്റ് ഓഫ് ബോൾസാണ് വാങ്ങിയത്. ഒരു ഗോൾഡൻ സെറ്റും ഒരു റെഡ് സെറ്റും. രണ്ടിനും കൂടിയിട്ട് നമുക്കൊരു 260 രൂപയാണ് ആയത് കേട്ടോ. പിന്നെ ഞങ്ങൾ ബെറീസൊക്കെ തപ്പിപ്പോയി കുഞ്ഞു ഡെക്കറേഷൻ പരിപാടികൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ ബെറീസിനൊക്കെ 3 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ള കടയിൽ 5-10 ആയിരുന്നു. ഞങ്ങൾ ഓൾറെഡി 5 രൂപയുടെ സാധനം വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് 3 രൂപയിലുള്ളൂ എന്ന് ഓർത്ത് ഞങ്ങൾ കുറച്ചും കൂടി ഇവിടെ നിന്ന് വാങ്ങിച്ചു. കടയുടെ പേര് മറക്കണ്ട, ക്രാഫ്റ്റ് വേൾഡ് എന്നാണ് കടയുടെ പേര് കേട്ടോ. അത്യാവശ്യം തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ നമ്മളൊരു സാധനം മേടിക്കാൻ വന്നേക്കാണ്. വീഡിയോ ഒന്നും വരേക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അതിന് മാത്രം തിരക്കുണ്ടായിരുന്നു. ചുറ്റുമ്പോഴൊക്കെ ആയിട്ട് ഭയങ്കര തിരക്ക്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ തിരക്കുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പൊ അമ്മയും അപ്പൂനും ഒക്കെ ഭയങ്കര എന്താ പറയാ, മറ്റേ ചൂടടിച്ചിട്ട് പറ്റാണ്ട് അവരവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അവരിപ്പോ രാധാകൃഷ്ണനിലേക്ക് പോയേക്കാം. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഫൈനലി വി മെറ്റ് ഗൈസ്. ഓയാസിസ് എന്നാണ് ഇങ്ങനെയല്ലേ പറയാ. ഞാൻ ഇപ്പം മേടിച്ചൊരു സാധനത്തിൻ്റെ പേരാണ് ഞങ്ങൾ മാറി മാറി പറയാൻ ശ്രമിക്കുന്നത്. വേറെ ഒന്നല്ല, ഓയേസിസ് അല്ലെങ്കിൽ നമ്മൾ കല്യാണ പരിപാടികൾക്കൊക്കെ ഫ്ലവേഴ്സൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പച്ച കളർ സാധനമല്ലേ, അതാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലീവ്സ് പോലത്തെ പൈൻ ബ്രാഞ്ചസും ഞങ്ങൾ മേടിച്ചായിരുന്നു. ആ തിരക്കുള്ള സ്ഥലത്തുനിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ കുറച്ച് ആശ്വാസം ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞില്ല, ഓണത്തിന്റെ ഇടയ്ക്കുള്ള പുട്ടച്ചടം അതായിരുന്നു രാധാകൃഷ്ണന്. ഞാൻ ഈ പറഞ്ഞതല്ലാണ്ട് ഞാൻ വേറെ മേടിച്ചത് ഒരു സ്ട്രീമറും 2 കുഷിൻ കവേഴ്സും ആയിരുന്നു കേട്ടോ.
വേറൊന്നും നമ്മളങ്ങനെ വാങ്ങിച്ചില്ല. ഞാൻ എൻ്റെ വീട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറേ സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റും, കുറേ കാര്യങ്ങൾ എന്താ പറയാ സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റും, സ്ഥലം ഏതൊക്കെയാണെന്ന് കാണിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്. എനിക്ക് തോന്നുന്നു ഞാൻ ആകെ വൃത്തിക്ക് കാണിച്ചത് ആ സാബൻ ഹോം എന്ന് പറഞ്ഞ സ്ഥലം മാത്രമാണ്. പിന്നെ എനിക്ക് ഒന്നും തന്നെ കാണിക്കാൻ പറ്റില്ല. പിന്നെ എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല, കാരണം അത്ര തിരക്കായിരുന്നു. പക്ഷേ നമുക്കിപ്പം അതൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ വേറൊരു വ്ളോഗ് ചെയ്താലോന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഷോപ്പ് ചെയ്ത ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ആ വ്ളോഗിൽ കാണിക്കാം. അതുവരെ ടാറ്റാ. അകത്ത് ഷോപ്പ് ചെയ്തതൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല, അതിന് സങ്കടം എനിക്കുണ്ട്. പക്ഷെ ഞാൻ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ.